ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ അടുപ്പ് കത്തിച്ച് അടുപ്പത്താണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ പുതിയ ദോശച്ചട്ടി ഉണ്ടല്ലോ, ഇത് പത്തിരി ചുടാനും അതേപോലെ ഈ ഒറോട്ടിയൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ചട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ അങ്ങനെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഞാനിത് ദോശ ചുടാനാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യണത്. ദോശ ഇതിൽ ചുട്ടാൽ എളുപ്പത്തിൽ ദോശ ചട്ടിയിൽ നിന്ന് എടുക്കാൻ കിട്ടും ചെയ്യും. അതേപോലെ തന്നെ നല്ല വലിയ ദോശയാക്കിയിട്ട് ചൂടും ചെയ്യാം. മസാല ദോശ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ചട്ടി. അങ്ങനെ ഞാനിത് അവിടെ അടുപ്പ് കത്തിച്ച് ദോശ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ തടവി കൊടുത്ത് ദോശ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ ഈ ഒരു പാത്രങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മെയിൽ വരും കേട്ടോ, എത്ര ആൾക്കാർ ഓർഡർ ചെയ്തെന്നൊക്കെ നമുക്ക് മെയിൽ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കൂല കേട്ടോ, നല്ല ചട്ടിയാണിത്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കടുക് താളിക്കുന്ന ഒരു ചട്ടി ഉണ്ടല്ലോ, ഒരു കുഞ്ഞി ചട്ടി, അങ്ങനത്തെ ഒരു ചട്ടി ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ. കോംബോ കിറ്റായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദോശപ്പാനും അതേപോലെ തന്നെ വേറൊരു കടായി, പിന്നെന്താ ഒരു ഫ്രൈ പാന്, അങ്ങനെ 3 കോംബോ കിറ്റാണ് ഇതിലുള്ളത്. അത് 3 എണ്ണം കിട്ടും. അതേപോലെ തന്നെ ചെറിയൊരു കുഞ്ഞിച്ചട്ടിയും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ അത് പറയലുണ്ട്. അപ്പോൾ ചില വീഡിയോസ് എല്ലാവരും കാണണമെന്നില്ലല്ലോ, നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടാൽ വേറെ ആൾക്കാരാവും വീഡിയോ കാണുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയണം കേട്ടോ, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു മടുപ്പാവും. അപ്പം ഇനി ഞാൻ പറയണില്ല, എന്തായാലും നല്ല ചട്ടിയാണ്, വാങ്ങാൻ താല്പര്യമില്ലവർ വാങ്ങിക്കൊണ്ട്. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കറി ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയറൊക്കെ കഴുകി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടാണ്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിക്ക് തേങ്ങ അരച്ചിട്ട് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെന്തതിന് ശേഷം. അപ്പോൾ കറി എളുപ്പത്തിലായിട്ടുണ്ട്. ഈ ചെറുപയർ കറി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെറുപയർ കറി ആക്കി. പിന്നെ ഇന്ന് എനിക്ക് ഓഫീസിക്ക് പോകേണ്ട ദിവസമാണ്. ഞങ്ങളെ ഹോം ഷോപ്പിൻ്റെ CLC-മാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ 9 മണിൻ്റെ ബസ്സിന് ഇവിടുന്ന് പോകണം. അപ്പോഴത്തേന് ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കണം. പിന്നെ നാത്തൂനൊക്കെ ഉണ്ട് വീട്ടിൽ, എന്നാലും ഒരു വിരുന്ന് വന്നതല്ലേ, അപ്പം കുക്കിങ്ങൊക്കെ തീർത്തിട്ട് വേണം പോകാനെന്ന് വിചാരിച്ചിട്ട് വേഗം കുക്കിങ്ങൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ദോശ ചുട്ടെടുക്കണതിൻ്റെ ഇടയിൽ നമ്മളെ കറി റെഡിയാക്കിയിട്ടുണ്ട്. ചെറുപയറൊക്കെ വെന്ത് തേങ്ങയൊക്കെ അരച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തല്ലോ, അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് തൂമിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ അടുപ്പത്ത് സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് എങ്ങോട്ടേലും ധൃതിയിൽ പോവാണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബസ്സിനൊക്കെ പോവാണ്ടെന്നുണ്ടെങ്കിൽ, ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം, പിന്നെ കുറേ സമയം വൈകും. അപ്പോൾ സമയത്തിന് നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ വേഗം കറിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാനും കഴിച്ചു. പിന്നെ ചോറും കറിയാക്കി. പിന്നെ മീനൊക്കെ വാങ്ങാൻ അവരോട് പറഞ്ഞാണ്ട് പിന്നെ ഞാൻ പോയിട്ടോ. പിന്നെ മീൻ നാത്തൂനൊക്കെ ഉണ്ടല്ലോ, ഓരുണ്ടാക്കും പിന്നെ കൂട്ടാനൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഓഫീസിലേക്ക് എത്തി. ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാട്ടോ. അപ്പോൾ ഇന്ന് സദ്യയാണ് നമ്മൾ കഴിക്കുന്നത്. ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മീൻ കറി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ കൂട്ടാനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാ CLC-മാരും ഉണ്ട്, അതേപോലെ ഞങ്ങൾ 2 സാറുമാരും ഉണ്ട്. അപ്പോൾ സാമ്പാറും മീൻ കറി ഒഴിച്ചു. പിന്നെ കുറച്ച് രസമൊക്കെ ഒഴിച്ച് കറി ഇഷ്ടം പോലെ ആയിട്ടോ. ഇലയിൽ കറി ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിങ്ങനെ കുറേ കറി കൂട്ടിയിട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അതും വേറെ കറിയല്ലേ, വേറെ ടേസ്റ്റ് ആവും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ. അങ്ങനെ ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരിയും അച്ചാറും ഒക്കെ ഉണ്ട്, മീൻ ഫ്രൈ ചെയ്തതും പപ്പടവും ഒക്കെ ഉണ്ട്. മീനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെമ്പല്ലി മീനാണ് കേട്ടോ എടുത്തത്. നമ്മളവിടെ ചെമ്പല്ലി എന്നാണ് പറയുക, അവിടെ വേറെ എന്തോ പേരൊക്കെയാണ് പറയുക. അങ്ങനെ റിവ്യൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബസ് ഇറങ്ങുന്നിടത്തേക്ക് ചിഞ്ചുമോളോട് വരാൻ പറഞ്ഞു. വൈകുന്നേരം ആയിക്കണിട്ട് ഞാൻ വന്നപ്പോൾ. അപ്പോൾ ചിഞ്ചുമോൾ പറഞ്ഞ് എനിക്കൊരു അവിൽ മിൽക്ക് വാങ്ങിത്തരുമോ ചോദിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് കേട്ടോ നമുക്ക് സാലറി ഒക്കെ കിട്ടുക. അപ്പം സാലറി ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ചിഞ്ചുമോക്കൊരു അവിൽ മിൽക്ക് വാങ്ങിക്കൊടുത്തു, ഞാനും അവിൽ മിൽക്ക് കുടിച്ചു. പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീമും വാങ്ങി. കുട്ടികൾക്ക് അവിൽ മിൽക്ക് കൊണ്ടുപോകാൻ കഴിയൂലല്ലോ, അപ്പോൾ അവർക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഐസ്ക്രീം വാങ്ങിയവർക്ക്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ വീണ്ടും വീട്ടിലെത്തി. അപ്പം ഇന്ന് ഞങ്ങൾക്ക്
ഓണക്കിറ്റൊക്കെ കിട്ടീനി കേട്ടോ. CLC മാർക്കുള്ള ഓണക്കിറ്റും അതേപോലെ ഓണക്കോടിയൊക്കെ ഉണ്ടായിനി. എന്താ കണ്ടോ, എനിക്ക് കിട്ടിയ ഓണക്കോടി ഇതാണ് കേട്ടോ. നല്ല അടിപൊളി ചുരിദാറാണ്, ബ്ലാക്ക് ചുരിദാറാണ്. അതിന് ഇങ്ങനെ വൈറ്റ് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല ചുരിദാറാട്ടോ. ഞാൻ അത് നിവർത്തി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കിട്ടിയത് ഒരു ഓണക്കിറ്റാണ്. അപ്പോൾ ഇതിലെന്താ അറിയുള്ളത്, ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, തുറന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതാട്ടോ ചെറിയൊരു പായസത്തിൻ്റെ കിറ്റുണ്ട്. അതേപോലെ തന്നെ എന്താ മറ്റേതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓജസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിമേ, എന്തോ പാലിലൊക്കെ കലക്കി കുടിച്ചിട്ട് എന്തോ ഒരു സംഭവമാണ്, ഞാൻ നോക്കിയിട്ടില്ല ശരിക്ക്. അതുണ്ട്. പിന്നെ അതേപോലെ ബിരിയാണി റൈസ് 2 പാക്കറ്റ് ഉണ്ട്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട് കേട്ടോ, 2 കവറുണ്ട് ബിരിയാണി റൈസ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ മാനേജ്മെൻറ്റ് ടീമിൻ്റെ വകയാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇത് 2 കവറുണ്ട് എന്നുള്ളത്, ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഒരു നെയ്യിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിക്കുള്ള ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെറിയൊരു പാക്കറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ CLC മാർക്ക് കിട്ടിയ ഓണക്കിറ്റ്. പിന്നെ ഉള്ളത് എൻ്റെ HSO മാർക്കുള്ള സാരി കിട്ടിയിട്ടുണ്ട്. 5 സാരിയാണ് കേട്ടോ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിനത്. കാരണം 5 ആൾക്കാരാണ് എനിക്ക് 60,000-ന് മുകളിൽ സെയിൽ ചെയ്ത HSO മാരുള്ളത്. നമ്മൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ 4 മാസങ്ങളിൽ 60,000, 4 മാസത്തും കൂടെ കൂട്ടിയിട്ട് കേട്ടോ, ഓരോ മാസത്തും കൂട്ടിയിട്ട് 60,000 രൂപക്ക് മുകളിൽ സെയിൽ ചെയ്ത എല്ലാ HSO മാർക്കും ഇതേപോലെ സാരി കിട്ടും. അപ്പോൾ എനിക്ക് 5 HSO മാരാണുള്ളത്. അപ്പോൾ 5 ആൾക്കും സാരി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സെയിൽ ചെയ്യണില്ല എന്നല്ല, പക്ഷേ 60,000 ആവാത്തതുകൊണ്ട് ഒരിക്കില്ല ഈ കൂടുതൽ സെയിൽ ചെയ്ത HSO മാർക്കുള്ള ഓണക്കൂടി. അങ്ങനെ ഒരിക്കുള്ള സാരിയും കിട്ടിയിട്ടുണ്ടേനി. നല്ല സാരിയാണ് കേട്ടോ, നല്ല കുഴഞ്ഞ സാരിയാണ്. അപ്പോൾ ഞാനത് നിവർത്തിയിട്ടൊന്നുമില്ല, അത് അവർക്ക് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ എൻ്റെ ചുരിദാർ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ബ്ലാക്ക് ചുരിദാറൊക്കെ ഉണ്ട്, എന്നാലും ഇതെന്താ അറിയില്ല, അത് നല്ലൊരു ഉദിച്ചൊരു ചുരിദാർ കേട്ടോ. ബ്ലാക്കും അങ്ങനെ വൈറ്റ് ആ ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായപ്പം നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അപ്പം ഇനി ഇത് ഒന്ന് നിവർത്തിയിട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് കാണിച്ചു തരികയാണ് കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ, എനിക്ക് എന്തെങ്കിലും കിട്ടിയത് ഞങ്ങളെ കാണിക്കലില്ലേ. അപ്പോൾ ഞാൻ നിവർത്തി കാണിച്ചിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും ഇത് തയ്ക്കാൻ കൊടുക്കണം. ഷോളും അതേപോലെ തന്നെ നല്ല വീതിയൊക്കെ ഉണ്ട്. അല്ലെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് ഓണക്കോടി ആയിട്ട് കിട്ടിയതാണ്. അങ്ങനെ എന്തായാലും ചുരിദാറൊക്കെ പിന്നെ അവിടെ തന്നെ വെച്ചു. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ പിന്നെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മളെ കരുളായി പഞ്ചായത്തിലത്തെ ഓണച്ചന്തയാണ്, അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇവിടെ തിങ്കളാഴ്ച ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ CDS ചെയർപേഴ്സൺ മിനി ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ, അന്ന് വരാൻ പറഞ്ഞിട്ട്, ഉദ്ഘാടനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, റിവ്യൂ മീറ്റിങ്ങിന് പോയതല്ലേ ഇനി ഒന്ന്. അപ്പോൾ ചൊവ്വാഴ്ച പിന്നെ ഞാൻ 2ാമത്തെ ദിവസം ഞാനും ചന്തയിൽ പോയി. അപ്പം കുറച്ച് നേരം ഓരോപ്പോൾ ഇരുന്നൊക്കെ ചെയ്ത് പിന്നെ ഞാനും കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടോ അവിടുന്ന്. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ മുറ്റത്തുണ്ട് നല്ലൊരു മയിൽ കേട്ടോ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ എനിക്ക് വണ്ടിൻ്റെ ഡിക്കിയിലേ ഫോൺ എടുത്തപ്പോഴത്തിന് മയിൽ അതിൽ പോയിട്ടോ. ആ മതിലിൻ്റെ അതിൽ ഇങ്ങനെ പോണ കണ്ടോ നിങ്ങൾ, ശരിക്കും ഉണ്ടായിട്ടോ നമ്മളെ മുറ്റത്ത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ മയിലിനെ ഇപ്പോൾ കാണുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മുറ്റത്ത് കൂടെയൊക്കെ അങ്ങനെ കുറച്ചായിട്ടുള്ളൂ കേട്ടോ വരൽ തുടങ്ങിയിട്ട്. അതേപോലെ ടെറസിൻ്റെ മേലേക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട് മയിൽ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ ഞാൻ പുറത്ത് പോയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വരലുണ്ട്. ഇന്നിപ്പോൾ പച്ചക്കറികളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടതിനത്. അപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ലേനും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു അട ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനിതാ ഒരു 2-3 അച്ച് ശർക്കര എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേന്. അത് ഉരുകി വന്നതിന് ശേഷം വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആ ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. ഇത് കല്ലുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അരിച്ചു കൊടുത്തിട്ടോ. എന്തായാലും കല്ലൊന്നും ഇല്ലേനി, എന്നാലും നമുക്ക് അരിച്ചെടുത്ത ഒരു സമാധാനമാണല്ലോ. പിന്നെ അതിക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഞാനൊരു റീൽസിൽ കണ്ടതേനി. അപ്പോൾ വിചാരിക്കേണ്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. എന്തേലും എനിക്ക് കണ്ടാൽ അങ്ങനെയാണ് കേട്ടോ, എളുപ്പം അത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ ഫുഡിൻ്റെ കാര്യമാകുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കണത്. അപ്പം ഞാൻ അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഏലക്കാ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കരൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചുണ്ടായില്ല. അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. ഇനി നമുക്ക് അതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് 1.5 കപ്പ്
നമ്മളെ ആട്ടപ്പൊടി ഇല്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കലക്കിയെടുക്കുക മാവ്. നല്ലോണം ലൂസാവും വേണ്ട, എന്നാൽ നല്ലോണം കുറുകിയ മാവാവും വേണ്ട, അങ്ങനത്തെ രീതിയിലാട്ടോ വേണ്ടത്. ഇതാ വെള്ളം ഒഴിച്ച് ഇതേപോലെ ഞാനൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. മൈദ എടുക്കട്ടോ, മൈദ എടുക്കണക്കാട്ടും നല്ലത് ഗോതമ്പ് പൊടി എടുക്കുകയാണ്. ഗോതമ്പ് പൊടി ആകുമ്പം ഹെൽത്തി ആവും ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചിട്ടല്ലേ ഇത് കൊടുക്കുന്നത് മക്കൾക്ക്, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാവും. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്പൂണിൻ്റെ പുറകുവശത്ത് ആ മാവ് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്തല്ലോ, അപ്പം മാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണില്ലല്ലോ. ആ ഒരു രീതിക്കാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫില്ലിങ്ങും ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് വാഴൻ്റെലയാണ്. വാഴൻ്റെല ഇല്ലെങ്കിൽ പൊടുവണ്ണിൻ്റെ ഇല ആയാലും മതി കേട്ടോ. വാഴൻ്റെല ഞാൻ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് എണ്ണ ഒന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ, അതിന് ഇങ്ങനെ ഓരോ സ്പൂൺ മാവ് എടുത്തിട്ട്, ഇത് വലിയ സ്പൂണാണ് കേട്ടോ, സ്പൂണോ കയ്യിലോ താവിയോ എന്ത് വേണമെങ്കിലും എടുക്കുക. ഞാൻ അങ്ങനെ ചെറിയ ചെറിയ അടയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പറ്റ ചെറുതും അല്ല, എന്നാൽ നല്ല വലിപ്പമുള്ളതും അല്ല, ആ ഒരു രീതിയിൽ കേട്ടോ. ഇതേപോലെ കയ്യിലോണ്ട് മാവ് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നടുഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇത് കുറച്ച് മാവ് ലൂസായിട്ട് ഇങ്ങനെ കലക്കിയിട്ടാണെന്ന് മാത്രം. മറ്റേത് നമ്മൾ പരത്തിയിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. എളുപ്പമാണ് കേട്ടോ സംഭവം. നല്ല നൈസായിട്ടുള്ള അട കിട്ടും ചെയ്യും, കട്ടിയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ 1.5 കപ്പ് ആട്ടപ്പൊടി അല്ല എടുത്തത്, അതുകൊണ്ട് കുറേ സ്നാക്സ് ഉണ്ടാക്കിട്ടോ. അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് മാവ് കുഴച്ച് ഉരുളകളാക്കി പരത്തി അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ കലക്കിയിട്ട് വാഴൻ്റെലയിൽ ഇങ്ങനെ കയ്യിലോണ്ട് പരത്തി കൊടുക്കാം. ഈസി അല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്നൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറയുമ്പം എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയുണ്ട്. പിന്നെ തേങ്ങയും ശർക്കരയാണ് പിന്നെ വേണ്ടത്. പിന്നെ എണ്ണപ്പലഹാരം അല്ലാത്തതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ആവും. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിന് കേട്ടോ. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടേന്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മളെ സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തു. ആ ഹോൾസുള്ള പാത്രമല്ലേ, അത് വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ കൂടെ അടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയവും വേണ്ടത് വേവാൻ. നല്ല നൈസായിട്ടുള്ളതായതുകൊണ്ട് കട്ടില്ലാതെ നമ്മൾ പരത്തി കൊടുത്തില്ലേ, അതുകൊണ്ട് എളുപ്പത്തിൽ വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് വെന്തിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടേനി, ഒരു ട്രിപ്പും കൂടെ ഉണ്ടായിന് കേട്ടോ വേവിച്ചെടുക്കാൻ. അപ്പോൾ അതും പിന്നെ ഞാൻ വേവിച്ചെടുത്തു. അപ്പം ഇങ്ങനെ ഇലയുടെയൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, അധികം ആൾക്കാരും ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ ഇലയട. പിന്നെ ആവിയിൽ വേവിച്ചെടുക്കണ ഇതേപോലെ വാഴൻ്റെലയിലോ അല്ലെങ്കിൽ പൊടുവണ്ണിൻ്റെ ഇലല്ലേ അതിലും ഉണ്ടാക്കും ഇതേപോലെ പൂവടയും ഇലയുടെയൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇക്കാരം വിചാരിക്കണം കേട്ടോ. ഉണ്ടാക്കണോലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒക്കെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പാലുണ്ടായിനി കാച്ചാൻ, അപ്പോൾ അത് ഇപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണ് കേട്ടോ പാല് വാങ്ങൽ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പാലാണ്. നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിക്കുമ്പോഴേ ആ പാലിന് കട്ടി ഉണ്ടാവും, പക്ഷെ പാലിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ശരിക്കും കിട്ടൂല. ഇങ്ങനത്തെ ഈ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങണ പാലുണ്ടല്ലോ, കട്ടി കുറച്ച് കുറവേക്കാരം, പക്ഷെ നല്ല പാലേക്കാരം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാല്. ഇപ്പോൾ അധികം അല്ല, ഡെയിലി നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങൽ. അതിൻ്റെ ആ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കുകയാണെങ്കിലും വെറുതെ കുടിക്കുകയാണെങ്കിലും ഒക്കെ. അപ്പോൾ പാല് കാച്ചാൻ വെച്ചു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചായ പിന്നെ വലിയ മക്കൾ രണ്ടാളും കുടിക്കൂല, എനിക്ക് വൈഫ് കുട്ടി കുറിച്ചു കേട്ടോ ചായ. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മളെ അടയൊക്കെ എല്ലാം വന്നിട്ടുണ്ടായിനി. അപ്പോൾ അത് ഞാനിതാ ഇലയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല നൈസായിട്ടുള്ള അട കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കാൻ. കാരണം മാവ് കട്ടില്ലാത്തതുകൊണ്ടേ കുട്ടികൾക്ക് ഇഷ്ടമാണ്. നേരെ മറിച്ച് കട്ടിയുള്ള മാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, ആ കട്ടിയുള്ള മാവ് മാത്രം അവിടെ വെക്കും, ഫില്ലിങ് കഴിക്കും. അങ്ങനെയാണല്ലേ, ചില മക്കളൊക്കെ അങ്ങനെ ചെയ്യും. ഇവിടുത്തെ മക്കൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇലയുടെ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാവും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്